വയലാറിൻ്റെയൊക്കെ ചില പാട്ടുകളും അതിൻ്റെ ചില സിറ്റുവേഷൻസും ഒക്കെ അറിയുമ്പോൾ കിടുങ്ങിപ്പോയിട്ടുണ്ട്. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ എന്ന് പറയുന്ന ആ പാട്ട് കേൾക്കാത്തവരില്ല. അതിൻ്റെ സിറ്റുവേഷനും ആ സിറ്റുവേഷനിൽ വയലാർ അതിൽ പ്രയോഗിച്ചിരിക്കുന്ന കാവ്യാത്മകമായ ഒരു അർത്ഥതലം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻ്റർവ്യൂ മതിയാവില്ല അതിൽ ഒരു പാട്ട് പറയാം. അത്രമാത്രമുണ്ട്. കാരണം നവരാത്രി എന്ന വാക്കിന് 3 അർത്ഥമുണ്ട്. ഇത് പ്രേം നസീർ ഷീലയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞതിനേക്കാൾ അതല്ലേ സൗകര്യം. നായകൻ്റെ സുഹൃത്തായ ജോസ് പ്രകാശാണ് ആ ഗാനം ആലപിക്കുന്നത്. അവരുടെ ആദ്യരാത്രി ദിവസമാണ്. വൈകുന്നേരം ഒരു പാർട്ടിയിൽ ഈ ജോസ് പ്രകാശ് പാട്ട് പാടുന്നു. ഷീല അകത്തിരിക്കുന്നുണ്ട്. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചില ചലനങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നുണ്ട്. ഇവരുടെ കൂടെ കമ്പനി കൂടി പ്രേം നസീർ ഇരിപ്പുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. നവരാത്രി എന്ന വാക്കിന് 3 അർത്ഥമുണ്ട്. നവരാത്രി സംഗീത മണ്ഡപത്തിൽ പാടുന്ന പാട്ടുകൾ, അല്ലെ നവരാത്രി ഉത്സവം. നവരാത്രി എന്ന് പറഞ്ഞാൽ ആദ്യരാത്രി എന്നർത്ഥമുണ്ട്. രാത്രി നവമാകുന്നത് ചന്ദ്രൻ പൂർണ്ണ അവസ്ഥയിൽ ഉദിക്കുമ്പോഴാണ്. അപ്പം നിറനിലാവുള്ള രാത്രിയെന്നും ആദ്യരാത്രിയെന്നും നവരാത്രി സംഗീതോത്സവം എന്നും 3 അർത്ഥമുണ്ട്. ഈ പാട്ടിലെ ആദ്യം മുതൽ അവസാന വരി വരെ ഈ 3 അർത്ഥത്തിലും കറക്റ്റാണ്.